മച്ചാന്മാരെ, നമ്മുടെ ചൂണ്ടക്കാരുടെ നേതൃത്വത്തിൽ തകർപ്പം വേട്ടയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നിനൊക്കെ ഒന്നായിട്ട് നല്ല ഇടിവെട്ട് മീനുകൾ നമ്മുടെ ചൂണ്ടക്കാർക്ക് ഇവിടെ നിന്ന് അടിച്ചു കയറും എന്നുള്ള കാര്യം ഉറപ്പാണ്. വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അടിയിൽ മീനുകളുടെ ആക്ടിവിറ്റി ശരിക്കും കാണാനായിട്ട് പറ്റുന്നുണ്ട്. കളാഞ്ചി വരെ ഇവിടെ ചൂണ്ടക്കാർക്ക് അടിച്ച് കിട്ടാറുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ബെയ്റ്റ് വെള്ളത്തിലുള്ള ഓരോ സെക്കൻഡും നമ്മൾ ശരിക്കും കെയർഫുള്ളായിട്ട് നിൽക്കണം. എത്ര വലിയ മീനാണ് നമ്മുടെ ചൂണ്ടയിൽ കയറി പിടിക്കുക എന്ന് ഇവിടെ ഒട്ടും പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പൊഴിമുഖം ആയതുകൊണ്ട് തന്നെ കടലിൽ നിന്ന് കൂട്ടമായിട്ട് തന്നെ വമ്പം മീനുകൾ ഇങ്ങോട്ട് കയറി വരും. വറ്റിയൊക്കെ കയറാനായിട്ട് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊലപ്പായിട്ടാണ് അവർ ഈ പൊഴിമുഖത്തൂടെ ഏറ്റ സമയത്ത് കായലിലേക്കും അതുപോലെ തന്നെ ആറ്റിലേക്കൊക്കെ പോവുക. ആ സമയത്ത് നമ്മുടെ ബെയ്റ്റ് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് സ്ട്രൈക്ക് കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ അടുത്തടി പൊട്ടാനായിട്ട് നമ്മുടെ അശ്വിനും രമേശ് ചേട്ടനും വെയിറ്റിങ്ങിലാണ്. ഏത് നിമിഷം വേണമെങ്കിലും ഇവിടെ നിന്ന് നമുക്കൊരു തീപാറ സ്ട്രൈക്ക് പ്രതീക്ഷിക്കാം. മച്ചന്മാരെ, അങ്ങനെ നമുക്ക് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു നച്ചർ അടിച്ച് കയറിയിരിക്കുകയാണ്. മറൈൻ അക്വേറിയത്തിലിട്ട് പോലും ഈ മീനുകളെ നമ്മുടെ ആൾക്കാർ വളർത്തുന്നുണ്ട്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റുള്ള മീനാണ്. നമ്മുടെ കരിമീൻ്റെയൊക്കെ ഒരു ഷേപ്പ് ഉണ്ട് ഇവന്. കടലിലാണെങ്കിലും കായലിലാണെങ്കിലും കൂട്ടായിട്ടാണ് ഈ നച്ചറുകൾ കറങ്ങി നടക്കാറ്. മച്ചന്മാരെ, ചെമ്മീൻ ഉപയോഗിച്ച് നമ്മുടെ ചൂണ്ടക്കാരുടെ നേതൃത്വത്തിൽ തകർപ്പം വേട്ടയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും ഒരു തകർപ്പം മീൻ നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടയിൽ ഇവിടെ നിന്ന് കയറി അടിക്കാം. അശ്വിനും രമേശ് ചേട്ടനുമാണ് ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. പോളോഡ് ഉപയോഗിച്ചാണ് നമ്മൾ മീനുകൾ ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇര കൊടുത്ത് ഇടാനായിട്ട് പറ്റും. ഒരു സ്ഥലത്ത് തന്നെ നമ്മുടെ ബെയ്റ്റ് വീഴുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ സ്മെല്ലടിച്ചിട്ട് നല്ല തകർപ്പം മീനുകൾ നമ്മുടെ ബെയ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നുള്ളൊരു ഉറപ്പാണ്. നല്ല കെയർഫുള്ളായിട്ട് വേണം ഇവിടെ നമ്മുടെ ബെയ്റ്റ് ഇറക്കിയിട്ട് നമ്മൾ ബെയ്റ്റ് ചെയ്ത് നിൽക്കാനായിട്ട്. പൊഴിമുഖം ആയതുകൊണ്ട് തന്നെ സകല ടൈപ്പ് മീനുകളും ഇങ്ങോട്ട് കയറി വരും. എത്ര വലിയ മീനാണ് നമ്മൾ ചൂണ്ടയിൽ കയറി പിടിക്കുക എന്ന് ഇവിടെയൊക്കെ ഒട്ടും പിടിക്കാനായിട്ട് പറ്റില്ല. ചിലപ്പോൾ നല്ല ചിമിട്ട സൈസിലുള്ള മീനുകൾ ഇവിടുന്ന് കയറി അടിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. അപ്പോൾ അടി പൊട്ടാൻ വേണ്ടിയിട്ട് രമേശേട്ടൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മച്ചന്മാരെ, അങ്ങനെ നമുക്ക് ഒരു ചെപ്പേരി അടിച്ചു കയറിയിരിക്കുകയാണ്. ഇത് നമ്മുടെ ചെമ്പല്ലിയുടെയൊക്കെ കിണത്തിൽ തന്നെ പെട്ട മീനാണ്. പ്രൊഡക്ടറാണ് ഇവനും. ചെറിയ മീനുകളെയൊക്കെ ഇവൻ ഈ സൈഡിലൂടെ വന്ന് അടിക്കുന്ന സമയത്ത് നമ്മുടെ ബെയ്റ്റ് കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കയറി പിടിക്കും. മച്ചന്മാരെ, ഏരിക്കും ചെമ്പലിക്കും വേണ്ടി അശ്വിൻ ചാളപ്പീസ് കാശ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇവിടെ അധികം ദൂരത്തേക്കൊന്നും കാശ് ചെയ്തേണ്ട കാര്യമില്ല. ഈ കല്ലിൻ്റെ സൈഡിലാണ് മീൻ നിൽക്കുന്നത്. നമ്മുടെ ചാളപ്പീസ് അവിടെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മടയിലിരിക്കുന്ന ഏരിക്കും ചെമ്പലിക്കും പോലും അത് കറക്റ്റായിട്ട് സെൻസ് ചെയ്യാനായിട്ട് കഴിയും. തൊട്ടപ്പുറത്ത് തന്നെ കുഞ്ഞപ്പൻ ചേട്ടനും ഏരിക്ക് വേണ്ടി തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. തൊട്ട് സമീപത്തേക്ക് തന്നെയാണ് ചാളപ്പീസ് കാശ് ചെയ്തിട്ടിരിക്കുന്നത്. നമ്മുടെ രണ്ട് ചൂണ്ടക്കാരുടെ ചൂണ്ടകളിൽ ആരുടെ ചൂണ്ടയിലാണ് ആദ്യത്തെ സ്ട്രൈക്ക് കിട്ടുകയെന്ന് മാത്രം നോക്കിയാൽ മതി. ശരിക്കും ഏരി, ചെമ്പല്ലി, ഹമൂർ പോലുള്ള മീനുകൾ ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്ന ഒരു ഭാഗമാണിത്. പൊഴിമുഖം ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഇവിടെ വലിയ മീനുകൾ വന്നു പോകും. അവന്മാർ നമ്മുടെ ബെയ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അധികം താമസമൊന്നും വേണ്ടി വരില്ല. ഒരു ചിമിട്ടനടി ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ചൂണ്ടകളിൽ ഇവിടെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഷംസൻ ചേട്ടൻ ബെയ്റ്റ് ഇറക്കിയിട്ട് വെയിറ്റിങ്ങിലാണ്. ഏത് സമയത്ത് വേണമെങ്കിലും ഇവിടെ നിന്നൊരു കലക്ക മീൻ്റെ അടി പൊട്ടാം. ഫ്ലോട്ട് മീൻ കൊത്തുന്നുണ്ട്. ഏത് സമയത്ത് വേണമെങ്കിലും ഫ്ലോട്ട് അടിച്ചവൻ താത്താം. ഷംസൻ ചേട്ടൻ ഹുക്കപ്പ് എടുക്കാനായിട്ട് റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. നല്ല ചില സമയങ്ങളിലൊക്കെ മുട്ടൻ, ചെമ്പല്ലി, ഹമ്മൂറൊക്കെ ഇവിടെ നിന്ന് ചൂണ്ടയിൽ അടിക്കാറുണ്ട്. ഓവർ സൈസ് മീനൊക്കെ ആണെങ്കിൽ നമ്മുടെ ചൂണ്ടക്കാരുടെ സ്റ്റിക്ക് അവന്മാർ വട്ടം ഓടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മീൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കെയർഫുള്ളായിട്ട് വേണം അവന്മാരെ അടിച്ച് പൊക്കാനായിട്ട്. മീൻ കൊത്തുന്നുണ്ട്. ഫ്ലോട്ട് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഫ്ലോട്ട് ശരിക്കും ഒന്ന് താഴാൻ വേണ്ടി ഷംസൻ ചേട്ടൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ശരിക്കും ഫ്ലോട്ട് താന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പവർഫുൾ ഹുക്കപ്പ് കൊടുത്ത് അവന് ചൂണ്ടയിൽ ലോക്കാക്കും ഷംസൻ ചേട്ടൻ. മച്ചന്മാരെ, അങ്ങനെ നമുക്ക് ഒരു അടിപൊളി ബലൂൺ ഫിഷ് അടിച്ച് കയറിയിരിക്കുകയാണ്. പഫർ ഫിഷ് എന്നും ചിലർ ഇവനെ വിളിക്കാറുണ്ട്. ശരീരം ഏറ് പിടിച്ച് ഒരു ബലൂൺ പോലെ ഇവന് വീർപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുമാത്രമല്ല, ഇവൻ്റെ ശരീരത്തിൽ മാരക വിഷമാണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവനെ കിട്ടിയ നമ്മൾ അപ്പം തന്നെ റിലീസ് ചെയ്ത് കളയും.